പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചകളിൽ നമ്മൾ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതുകളാണ് ധ്യാനിച്ചുകൊണ്ടത്. അതിൽ 6-ാമത്തെ സഭയുടെ ദൂതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ യോഹന്നാൻ അപ്പോസ്തലന് നൽകിയ നിർദ്ദേശമനുസരിച്ച് ഈ സഭകൾക്ക് എഴുതിയിട്ടുള്ള ദൂതാണ് ഈ 6 ദൂതുകൾ അല്ലെങ്കിൽ 7 ദൂതുകൾ. ഇന്ന് 6-ാമത്തെ ദൂതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് സങ്കീർത്തന ധ്യാനം, ഗാനം ആലപിച്ചവർ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവർ, ആരാധന നടത്തിയവർ എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷയിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്ന് അവിടുത്തെ വചനം ഞങ്ങൾ ധ്യാനിക്കുന്നു. വചനത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ അവിടുന്ന് പ്രകാശിപ്പിച്ചു തരണമേ. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരി, 75-ാം സങ്കീർത്തനം വളരെ ഭംഗിയായി, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറഞ്ഞ് വളരെ മനോഹരമായി അത് ധ്യാനിച്ചതിൽ പ്രിയ സഹോദരിയെ അഭിനന്ദിക്കുന്നു. വളരെ മനോഹരമായൊരു ധ്യാനമായിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന, ആരാധന എല്ലാം നടത്തിയവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതാണല്ലോ നമ്മൾ ഈ ആഴ്ചകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ സഭയ്ക്കുള്ള ദൂത് ഫിലദൽഫിയ സഭയ്ക്കുള്ളതാണ്. ഈ 7 സഭകളിൽ ഒരു കുറവും പറയാനില്ലാത്ത ഫിലദൽഫിയ സഭ അറിയപ്പെടുന്നു. മറ്റുള്ള എല്ലാ സഭകൾക്കും ഓരോ പോരായ്മകളും ഓരോ കുറവുകളും ഓരോ പരിമിതികളും എല്ലാം ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഫിലദൽഫിയ സഭയെ സംബന്ധിച്ച് കുറവുകളൊന്നും പറയാനില്ലാതെ ആ സഭയെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രശംസിച്ച് വളരെയധികം അനുഗ്രഹ നിറവോടുകൂടെ ഈ വചനം പറയുമ്പോൾ നമുക്ക് പ്രത്യേകമായി അഭിനന്ദിക്കാനുണ്ട്, നമുക്ക് പ്രത്യേകമായി സന്തോഷിക്കാനായിട്ടുള്ള അവസരമുണ്ട്.
ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ചും സഹോദര സ്നേഹത്തെക്കുറിച്ചും വളരെ വ്യക്തമായി വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ ആണല്ലോ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ലേഖനവും ദൈവത്തിന്റെ ആത്മാവിലൂടെ രേഖപ്പെടുത്തിയതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സഹോദര സ്നേഹത്തിന്റെ ഒരു വലിയ നിദർശനമാണ് ഫിലദൽഫിയ സഭയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. This is considered to be a perfect church according to the will of God. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് വളരെ ഭംഗിയായി, വളരെ ആത്മാർത്ഥമായി സാക്ഷ്യം നിറവേറ്റിയ ഒരു സഭയായിട്ടാണ് ഈ ഫിലദൽഫിയ സഭയെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. There is no condemnation about this church. മറ്റുള്ള സഭകൾക്കെല്ലാം കണ്ടംനേഷൻ ഉണ്ട്, കമൻഡേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഫിലദൽഫിയ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവ ആത്മാവിന് ഒരു കണ്ടംനേഷനും പറയാനില്ല, ശിക്ഷാവിധിയെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റി ദൈവാത്മാവിന്റെ നടത്തിപ്പിൽ ആശ്രയിച്ച് ദൈവത്തിൽ പരിപൂർണമായി ശരണം വെച്ച ഒരു സഭയായിട്ടാണ് ഫിലദൽഫിയ സഭ അറിയപ്പെടുന്നത്. ദെമേത്രിയോസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ്, യോഹന്നാനാൽ നിയോഗിക്കപ്പെട്ട ഒരു ബിഷപ്പാണ് ഇവിടുത്തെ ബിഷപ്പ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ലിഥിയൻ കിങ്ഡം. മറ്റുള്ള സഭകളെ പോലെ തന്നെയാണ്. ഈ ദൂത് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു പ്രത്യേക പരാമർശം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധനും സത്യവാനുമായവൻ എഴുതുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദൂത് നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള രണ്ട് വിശേഷണങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് വിശുദ്ധനാണ്, രണ്ട് സത്യവാനാണ്. വിശുദ്ധനായ ദൈവം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് പറയും. ദിസ് ഈസ് എ ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യൻ തിയോളജി. ദൈവം വിശുദ്ധനാണ്, സാധാരണ മനുഷ്യർ അശുദ്ധരാണ്. വിശുദ്ധനായ ദൈവം, ദ സിൻലെസ് വൺ. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ പവിത്രൻ, നിർദോഷി, നിർമ്മൽ, പാപികളോട് വേർപെട്ടവൻ. അവൻ പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ദ ഹോളി വൺ ഓഫ് ഗോഡ് ഈ ജീസസ് ക്രൈസ്റ്റ്. എന്താണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്? ദ സിൻലെസ് വൺ. സിൻലെസ് വൺ എന്ന് പറയുമ്പോൾ വിശുദ്ധനായ ദൈവം, പാപമില്ലാത്തവനായ ദൈവം. ദർ ഇസ് എ മോറൽ ഇന്റഗ്രിറ്റി. ധാർമ്മികമായ ഒരു ആർജം, ഒരു വിശ്വാസ്യതയുണ്ട്. ഡിവൈൻ നേച്ചർ ഈസ് ഹോളി. പിതാവിനോട് ഏകീഭവിച്ചവനാണ്. സാരാംശത്തിൽ പിതാവിനോട് സമനായവൻ വിശുദ്ധനായ ദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം വിശുദ്ധനാകുന്നു എന്ന് നമ്മൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുന്നതായിട്ടുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധനാണ്, ശുദ്ധനായ ദൈവത്തിന്റെ പുത്രനാണ്. രണ്ടാമതായിട്ട് പറയുന്നത് സത്യവാനായ ദൈവം, ദ ട്രൂ വൺ, ഒത്തന്റിക്, റിയൽ, അൾട്ടിമേറ്റ് റിയാലിറ്റി, സനാതനമായ സത്യം, എസെൻഷ്യൽ ഇൻ നേച്ചർ. ഇന്ന് വ്യാജന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലായിടത്തും വ്യാജമാണ്. വ്യാജ ആൾദൈവങ്ങൾ, വ്യാജ വസ്ത്രങ്ങൾ, വ്യാജ ഉൽപ്പന്നങ്ങൾ, വ്യാജ നോട്ടുകൾ, വ്യാജ ഭക്ഷ്യവസ്തുക്കൾ, വ്യാജ തേൻ, വ്യാജ നെയ്യ്, വ്യാജ പാൽ ഉൽപ്പന്നങ്ങൾ. ഇന്ന് വേണ്ട, നമ്മൾ എന്ത് എടുത്താലും അവിടെയെല്ലാം വ്യാജന്മാരുടെ വലിയ ഘോഷയാത്രയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്.
സത്യം വേഴ്സസ് വ്യാജം. സത്യത്തിന് നിലനിൽപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, വ്യാജ ഇടയന്മാരുടെ ഒരു കാലഘട്ടം. സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, വ്യാജ ഇടയന്മാർ, ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവർ, ആടുകളെ കരുതാത്തവർ, ആടുകളെ സ്നേഹിക്കാത്തവർ, അങ്ങനെയുള്ള ഇടയന്മാരുടെ കൂട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഞാൻ നല്ല ഇടയനാകുന്നു. വ്യാജ ഇടയന്മാർക്ക് പകരമായി ഞാൻ നല്ല ഇടയനായി, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതുകൊണ്ട് വിശുദ്ധനും സത്യവാനുമായ കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലനോട് ഈ ഫിലദെൽഫിയ സഭയ്ക്ക് നൽകുന്ന മനോഹരമായ ദൂതാണ് നമ്മൾ വായിച്ച് കേട്ടതായിട്ടുള്ള ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ പറയുന്നു, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ. എന്താണ് ദാവീദിന്റെ താക്കോൽ? സിംബൽ ഓഫ് അതോറിറ്റി ആൻഡ് പവർ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒലിവുമലയിൽ ഗലീലയിൽ വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള സമയത്ത് അവരോട് പറയുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു, അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജനതകളെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്നാണ്. അതുകൊണ്ട് ദാവീദിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് എൻ്റെ സുവിശേഷം. ജീസസ് ഇസ് ദ കീ ടു ഹെവൻ. ജീസസ് ഈസ് ദ കീ ടു ഓപ്പൺ ദ ഡോർ ഓഫ് ഹെവൻ. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു താക്കോലാണ് കർത്താവായ യേശു ക്രിസ്തു. ഏദൻ പർദീസയിൽ ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തതിൻ്റെ ഫലമായി ഏദൻ പർദീസയിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പാപം ചെയ്തതിൻ്റെ ഫലമായി ആദമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് യഹോവയായ ദൈവം പുറത്താക്കി. എന്നിട്ട് കെരൂബിന്റെ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി അവിടെ കെരൂബിനെ കാവൽ നിർത്തി. ആ ഏദൻ പർദീസയുടെ വാതിൽ അടച്ചിട്ട് അത് സീൽ ചെയ്ത് അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയത് കെരൂബിനെയാണ് എന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടപ്പോൾ, ഏദൻ പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ, ആ പർദീസയിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ മുഖാന്തരമായി നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് ദാവീദിന്റെ താക്കോലുള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. അത് മാത്രമല്ല പറയുന്നത്, there is an open door. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു. ആ ഫിലദെൽഫിയയിലെ സഭയോട് ദൈവാത്മാവ് പറയുന്നതായിട്ടുള്ള മനോഹരമായ ഒരു സന്ദേശമാണ്. an open door of opportunity. സാധ്യതകളുടെ വലിയ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഓപ്പൺ ഡോർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഓപ്പൺ ഡോർ ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് സുവിശേഷത്തിന്റെ വാതിൽ അവിടെയായി കൊട്ടി അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെല്ലാം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഉത്തര സംസ്ഥാനങ്ങളിലൊക്കെ സുവിശേഷത്തിന്റെ വാതിലുകൾ കൊട്ടി അടച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഇവിടെയും പല വിധത്തിലുള്ളതായ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫിലദൽഫിയയിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസും ശീലാസും ഫിലിപ്പിയിൽ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പറയുന്നു, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി സുവിശേഷത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ അവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്കറിയാം. യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ പറയുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഇവിടേക്ക് കയറി വരിക എന്ന് സ്വർഗത്തിൽ നിന്ന് പറയുന്നതായുള്ള ഒരു ശബ്ദവും ഞാൻ കേട്ടു. അപ്പോൾ യോഹന്നാന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിൽ കർത്താവായ യേശു ക്രിസ്തു തുറന്നു വച്ചിരിക്കുന്നത് യോഹന്നാൻ ദർശനത്തിലൂടെ കാണും. ആ വാതിൽ മാത്രമല്ല, യോഹന്നാൻ കാണുന്ന ദർശനം പിതാവായ ദൈവത്തെ കാണുന്നു, പുത്രനായ യേശു ക്രിസ്തുവിനെ കാണുന്നു, പരിശുദ്ധാത്മാവാം ദൈവത്തെ കാണുന്നു, 24 മൂപ്പന്മാരെ കാണുന്നു, 4 ജീവികളെ കാണുന്നു, സ്വർഗീയ സൈന്യങ്ങളെ കാണുന്നു. അവരെല്ലാം കൂടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ ദർശനം തുറന്നിരിക്കുന്ന സ്വർഗത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ കാണുന്നതായിട്ടുള്ള ഭാഗം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി പരദീസയിലേക്ക് പ്രവേശിപ്പാനായിട്ടുള്ള ഒരു വാതിൽ തുറന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ആ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരനോട് കർത്താവ് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കും. അവന് വേണ്ടി പരദീസയുടെ വാതിൽ കർത്താവായ യേശു ക്രിസ്തു തുറന്നു കൊടുത്തതായിട്ടുള്ള അനുഭവം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 24-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. അതുകൊണ്ട് ഈ സഭ വാതിൽ ഉയർത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിന്റെ സന്ദേശം ലോകത്തോട് അറിയിപ്പാനുമുള്ള സുവിശേഷത്തിന്റെ വാതിൽ തുറക്കുവാനുമായിട്ടാണ് ഈ യഹോവയായ ദൈവം ഒരു വാതിൽ തുറന്ന് കൊടുത്തിരിക്കുന്നത്. നിന്റെ മുൻപിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കാൻ സാധ്യമല്ല. ഞാൻ അടച്ചാൽ പിന്നെ ആരും തുറക്കുകയുമില്ല എന്നുള്ളതും കർത്താവ് അരുളി ചെയ്യുന്നു. സുവിശേഷത്തിന്റെ വാതിൽ ഇന്ന് പലയിടങ്ങളിലും തുറന്നിട്ടുണ്ടെങ്കിലും അനേക ഇടങ്ങളിൽ അത് കൊട്ടിയടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുക. യേശുക്രിസ്തു മുഖാന്തരം പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഓപ്പൺ ഡോർ ഓഫ് റെവലേഷൻ, ദൈവിക ദർശനത്തിന്റെ വാതിൽ യോഹന്നാൻ തുറന്നു കൊടുത്തെങ്കിൽ ആ ദൈവിക ദർശനത്തിന്റെ വാതിൽ ഇന്ന് നമുക്കും തുറന്നിരിക്കുകയാണ്. ഓപ്പൺ ഡോർ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ വാതിൽ നമുക്കിതാ തുറന്നിരിക്കുന്നു. നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചു, പെട്ടകമുണ്ടാക്കി, എല്ലാവരോടും പറഞ്ഞു, യഹോവയായ ദൈവം ഭൂമിയിലെ മനുഷ്യന്റെ അതിക്രമം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ഇതാ പെട്ടകം തീർത്തിരിക്കുന്നു, പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു, നിങ്ങൾ വന്ന് പ്രവേശിക്കുക എന്ന് ഈ നോഹ പ്രസംഗിച്ചതായിട്ടുള്ള സമയത്ത് നോഹയുടെ കുടുംബാംഗങ്ങളല്ലാതെ വേറെ ആരും അതിനകത്ത് പ്രവേശിച്ചില്ല. ആ പെട്ടകത്തിന്റെ വാതിൽ എല്ലാവർക്കുമായി തുറന്നെങ്കിലും ആരും അതിനകത്ത് പ്രവേശിക്കാത്തത് കൊണ്ട് അവരെല്ലാം നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രക്ഷ സകലർക്കും ലഭ്യമാകുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതും കാൽവറി ക്രൂശിൽ തന്റെ ജീവൻ ബലിയായി നൽകിയതും. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ബർബരൻ ശകൻ ദാസനെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു രക്ഷയുടെ കവാടം
തുറന്നു തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് ഈ രക്ഷയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഫോർ ഓൾ ബിലീവേഴ്സ്. ഓപ്പൺ ഡോർ ഓഫ് സാൽവേഷൻ, ഓപ്പൺ ഡോർ ഫോർ ഡിസിഷൻ. നമുക്കൊരു തീരുമാനം എടുക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഹൃദയത്തിന്റെ വാതിൽ തുറന്നു തന്നിരിക്കുകയാണ്. നോഹയുടെ കാലത്ത് പെട്ടകങ്ങൾ പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരുന്നുവെങ്കിലും അതിലേക്ക് പ്രവേശിപ്പാൻ ആരും തയ്യാറായില്ല. ഇന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിരിക്കുമ്പോൾ അതിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആരൊക്കെ സന്നദ്ധരാകുന്നുണ്ട് എന്നുള്ളത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. വേദപുസ്തകത്തിൽ 7 ഡോർസിനെ കുറിച്ച് പറയുന്നുണ്ട്. 7 വാതിലുകൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഡോർ ഫോർ ദി ഷീപ്പ്. ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. ദർ ഈസ് ഡോർസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. സാധ്യതകളുടെ വാതിൽ നമുക്കായി തുറന്ന് ഗോഡ്സ് ടെമ്പിൾ, ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ പ്രവേശിച്ച് അതിനെ ശുദ്ധീകരിച്ചതായിട്ടുള്ള സമയത്ത് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. There is doors of salvation. രക്ഷയുടെ വാതിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് രക്ഷയുടെ വാതിൽ. ഡോർസ് ഓഫ് സർവീസ്, ശുശ്രൂഷയുടെ വാതിൽ. കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷിപ്പാനായിട്ടാണ് വന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നിരിക്കുന്നത്. ഡോർസ് ഓഫ് ബ്ലെസ്സിങ്, അനുഗ്രഹത്തിന്റെ വാതിൽ ദൈവം നമുക്കായിട്ട് തുറന്നു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഷെപ്പേർഡ്സ് ഡോർ, ആടുകളുടെ വാതിൽ ദൈവം നമുക്കായിട്ട് തുറന്നു തന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്തതായിട്ടുള്ള ആടുകളും എനിക്കുണ്ട്, ഞാൻ അവയെയും മേയിക്കേണ്ടതാകും, ഒരാട്ടിൻകൂട്ടവും ആകുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതല്ല അനുഭവം. അതുപോലെ തന്നെ നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അർത്തഹ്ശഷ്ടാ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന വലിയ വേദനയും സങ്കടവും അത് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കാതെ ഇരുന്നപ്പോൾ രാജാവ് അവനോട് ചോദിക്കുന്നു, നിന്റെ മുഖത്ത് പ്രസാദമില്ലല്ലോ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ പിതാക്കന്മാരുടെ നഗരത്തിന്റെ മതിലുകളും വാതിലുകളും ഇടിഞ്ഞു പൊളിഞ്ഞും തീ വെച്ച് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വിഷാദിക്കാതിരിക്കും എന്ന് പറഞ്ഞ് ആ രാജാവിനോട് അനുവാദം വാങ്ങിച്ച് യെരൂശലേമിന്റെ മതിലുകൾ പണിയുവാൻ, അതിന്റെ വാതിലുകൾ പുനരുദ്ധരിക്കുവാൻ നെഹമ്യാവ് അവിടെ പോവുകയും നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ആ വലിയ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ നിറവേറ്റുകയും ചെയ്തുവെന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 12 വാതിലുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷീപ്പ് ഗേറ്റ്, ആട്ടുവാതിൽ, ഫിഷ് ഗേറ്റ്, മീൻവാതിൽ, ഹൃദയവാതിൽ, കുപ്പവാതിൽ, ഡമാസ്കസ് ഗേറ്റ്, ഹീറോസ് ഗേറ്റ്, ലയൺ ഗേറ്റ്, ഗോൾഡൻ ഗേറ്റ്, സയോൺ ഗേറ്റ്, ജാഫർസ് ഗേറ്റ്, സ്റ്റീഫൻസ് ഗേറ്റ്, ഈസ്റ്റ് ഗേറ്റ്. ഇങ്ങനെ 12 വാതിലുകളെ കുറിച്ച് യെരൂശലേം ദേവാലയത്തിന്റെ വാതിലുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരൂശലേം മതിൽ പണിയുകയും അതിന്റെ വാതിലുകളെല്ലാം പുനരുദ്ധരിക്കുകയും യെരൂശലേമിന്റെ മതിൽ പൂർത്തീകരിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് അതിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത നെഹമ്യാവിനെയും നെഹമ്യാവിനോടുകൂടെ പ്രവർത്തിച്ച അവരെയും എല്ലാം നമുക്ക് ആ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെരൂശലേമിന്റെ മതിലിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെരൂശലേമിന്റെ മതിൽ ദൂതൻ മുഖാന്തരം അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യെരൂശലേമിന്റെ മതിൽ അളക്കുക എന്ന് പറഞ്ഞാൽ
ആ അളക്കുന്നതിൻ്റെ ദേവാലയം അളക്കുന്നു, പ്രാകാരം അളക്കുന്നു, ഇതൊക്കെ അളക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവീകമല്ലാത്തതിനെ ദൈവികമാക്കുവാനായിട്ടാണ് ദൈവം അതിനെ അളക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവികമല്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ദൈവികമല്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളെ ദൈവികമാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അളവുകോൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തൂക്കുകട്ട നമ്മുടെ മേലെ വരുന്നു. അത് ദൈവികമാക്കുവാൻ വേണ്ടിയാണ്. യെരുശലേമിന്റെ മതിൽ ദൂതൻ അളക്കുന്നു. നഗരമതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 12 അടിസ്ഥാനങ്ങൾ 12 രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ 12 രത്നങ്ങൾ? ജാസ്പർ സൂര്യകാന്തം, സഫയർ നീലരത്നം, ചാൽസിഡോണി മാണിക്യം, എമറാൾഡ് മരതകം, സാർഡോണിക്സ് നഖവർണി, കാർണേലിയൻ ചുവപ്പുകല്ല്, ക്രിസോലൈറ്റ് പീതരത്നം, ബെറിൽ ഗോമേതകം, ടോപ്പാസ് പുഷ്യരാഗം, ക്രിസോപ്രൈസ് വൈഡൂര്യം, ജാസിൻ അമെത്തിസ്റ്റ് സുഗന്ധിരത്നം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ യെരുശലേമിന്റെ അടിസ്ഥാനങ്ങളെല്ലാം ഈ 12 രത്നങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മനുഷ്യനെ സുന്ദരമാക്കാവുന്ന, ഏറ്റവും സുന്ദരമാക്കാവുന്ന, ഏറ്റവും മനോഹരമായ രത്നം കൊണ്ടാണ് യെരുശലേമിന്റെ മതിലുകൾ അലങ്കരിച്ചിരിക്കുന്നത്. ആ യെരുശലേമിന്റെ മതിലിനെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതായി ദൈവത്തിന്റെ നഗരമായി ഇറങ്ങി വരുന്ന യെരുശലേം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ നഗരം എപ്രകാരം വർണ്ണിക്കണം എന്നുള്ളത് അതിൻ്റെ ലേഖനകർത്താവ് എഴുതിയിട്ടുണ്ട്. ഏറ്റവും മനോഹരം, മനുഷ്യന്റെ ദൃഷ്ടിയിലും മനുഷ്യന്റെ സങ്കല്പത്തിലും ഏറ്റവും മനോഹരമായി അതിനെ എങ്ങനെ അലങ്കരിക്കാം എന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ നഗരം, ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ കൃപാസനം ഇതെല്ലാം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതാണ്. മനുഷ്യനെ മനസ്സിലാക്കാവുന്നതിലപ്പുറമായി, മനുഷ്യന് വർണ്ണിക്കാവുന്നതിലപ്പുറമായിട്ടാണ് അതിനെയെല്ലാം അലങ്കരിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ഈ ഫിലദൽഫിയ സഭയോട് ദൈവത്തിന്റെ ദൂതൻ മുഖാന്തരം അറിയിക്കുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രവൃത്തിയിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു, നിന്റെ വിശ്വാസത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു, നിന്റെ ദൈവികമായിട്ടുള്ള ആശ്രയത്തിൽ ഞാൻ തൃപ്തനായിരിക്കുന്നു. അതെല്ലാം ഫിലദൽഫിയ സഭയോട് പറയുന്ന ദൈവത്തിന്റെ ദൂതാണ്. എന്താണ് കാരണം? നീ എൻ്റെ വചനം കാത്തു, അതിനെ ഒരിക്കലും നീ നിഷേധിച്ചിട്ടില്ല. മറ്റു സഭകൾക്കൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചതായിട്ടുള്ള സമയത്ത് ദൈവവചനത്തോട് മറുതിരിപ്പ് കാണിച്ചതും, ദൈവത്തെ ഉപേക്ഷിച്ചതും, വിഗ്രഹങ്ങളെ സേവിച്ചതും, ദൈവത്തോട് അനിഷ്ടം പ്രകടിപ്പിച്ചതും ഒക്കെയുള്ളതായ അനുഭവങ്ങൾ മറ്റു സഭകളെ കുറിച്ചൊക്കെ പറയാനുണ്ടെങ്കിലും ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ എൻ്റെ വചനം കാത്തു, അതിനെ നീ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. വചനത്തിൽ നിലനിന്നാലുള്ള പ്രത്യേകത എന്താണ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മളോട് പറയുന്നു. ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനം ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിക്കണം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ പരിജ്ഞാനം പ്രാപിച്ചവനായി അത് ഉള്ളിൽ സ്വീകരിച്ച് അത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ തീമോഥെയോസിനോട് പറയുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന്
119 സങ്കീർത്തനം 11 വാക്യം പറയുന്നു. വചനം നമുക്കൊരു പരിചയമാണ്. വചനം നമുക്കൊരു സംരക്ഷണത്തിന്റെ കോട്ടയാണ്. വചനം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരുമായിട്ടുള്ള സംവാദത്തിന്റെ സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്ന് നിങ്ങൾ എൻ്റെ വചനം അറിഞ്ഞാൽ ആ വചനം സത്യമാണ്. ആ സത്യം അറിഞ്ഞാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് സ്വാതന്ത്ര്യം നൽകി തരുന്നതായിട്ടുള്ള വചനമാണ്. നമ്മള് പാപത്തിന്റെ അടിമനുഖത്തിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവം നമുക്ക് എന്തിനൊക്കെയാണ് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്? ഫ്രീഡം ഫ്രം കണ്ടംനേഷൻ, ശിക്ഷാവിധിയിൽ നിന്നുള്ള ഒരു വിടുതൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമാലേഖനം 8 അധ്യായം 1 വാക്യം പറയുന്നു. ഫ്രീഡം ടു ലവ് ആൻഡ് സെർവ്, ദൈവത്തെ സ്നേഹിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുള്ളതായ സ്വാതന്ത്ര്യം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഫ്രീഡം ടു ചൂസ് ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഹിതം അറിയുന്നതിനും ദൈവത്തിന്റെ ഹിതം അംഗീകരിക്കുന്നതിനും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനും നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഫ്രീഡം ടു ലിവ് ഇൻ ഗ്രേസ്, ദൈവത്തിന്റെ കൃപ മുഖാന്തരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ കൃപയിൽ ജീവിപ്പാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഫ്രീഡം ടു എക്സ്പീരിയൻസ് ഗോഡ്സ് ബെസ്റ്റ്, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും മനോഹരമായത് പ്രാപിപ്പാനുള്ളതായ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഈ വചനമെന്ന് പറയുന്നത് നിത്യജീവന്റെ ഉറവയാണ്. യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം 37-38 വാക്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഉത്സവത്തിന്റെ കൂടാരപ്പെരുന്നാളാകുന്ന ഉത്സവത്തിന്റെ ഒടുവിലത്തെ ദിവസം കർത്താവ് നിന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നവൻ ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ ഉറവ പ്രവഹിക്കുമെന്ന് പറയുന്നതായിട്ടുള്ള ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നു. അതിന്റെ 38 വാക്യത്തിൽ പറയുന്നു, ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ സൂചിപ്പിച്ചതെന്ന് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വചനത്തിൽ നിലനിന്നാൽ ഇങ്ങനെയുള്ളതായ പ്രത്യേക പദവികളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. പ്രതിസന്ധികളിൽ ആശ്വാസം പകരുന്നതാണ്. പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതുന്നതായിട്ടുള്ള സമയത്ത് പറയുന്നുണ്ട്, കഷ്ടങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസം പകരുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നു. വചനം പ്രത്യാശ നൽകുന്ന വചനമാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. എബ്രായ ലേഖനം 6 അധ്യായം 19 വാക്യം, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരമാണ്. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതുമാണ്. അവിടേക്ക് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം കർത്താവായ ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായി തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കുവാനുള്ളതായ പദവിയും അവകാശവും ദൈവവചനത്തിൽ നിലനിന്നാൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വചനമാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. പത്രോസ്ലീഹ പറയുന്നു, ഈ വചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന്. വചനം രക്ഷയുടെ മഹാസന്തോഷം നമുക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ പത്രോസ്ലീഹ പറയുന്നു, നിങ്ങൾ വളരുവാൻ തക്കവണ്ണം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറയുന്നു. വചനം സാത്താന്റെ പരീക്ഷകളിൽ നമുക്ക്
വിജയം നൽകുന്നതാണ്. നമ്മുടെ കർത്താവ് പരീക്ഷകളെയൊക്കെ അതിജീവിച്ചത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ഒന്നാമത്തെ പരീക്ഷയിൽ പറയുന്നു, കല്ലപ്പമാക്കാൻ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കാണിച്ചിട്ട് നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. അതുപോലെ തന്നെ ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിച്ച് താഴേക്ക് ചാടുക, കർത്താവ് നിന്നെ കരങ്ങളിൽ താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്നാൽ നമുക്ക് ഈ അവകാശങ്ങളെല്ലാം ഉണ്ട്, ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്, ഈ നന്മകളെല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് അവകാശമായി ലഭിപ്പാൻ കാരണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. പിന്നീട് അവിടെ പറയുന്നതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്, യഹൂദരല്ലാതിരിക്കെ യഹൂദരാണെന്ന് നടിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള സാത്താന്റെ പള്ളിക്കാരുണ്ട്. സിനഗോഗ് ഓഫ് സൈറ്റൻ. സാത്താന്റെ പള്ളിക്കാർ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? നിന്റെ അടുക്കൽ വന്ന് നിന്റെ മുൻപിൽ വണങ്ങുവര്. സാത്താൻ നിന്നെ പരീക്ഷിക്കുന്നവനാണ്. പക്ഷേ നീ ദൈവവചനത്തിൽ നിലനിന്നത് കൊണ്ട്, നീ ദൈവവചനത്തിൽ ശക്തിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ സാത്താൻ നിന്റെ മുമ്പിൽ നിലനിൽക്കയില്ല. അവൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നെ നമസ്കരിക്കും എന്ന് പറയുന്നതായ യേശുക്രിസ്തുവിലൂടെ ഈ ഫിലദൽഫിയ സഭയോട് പറയുകയാണ് ചെയ്യുന്നത്. പ്രശംസനീയമായ മറ്റൊരു കാര്യം കൂടെ ഫിലദൽഫിയയിലെ സഭയ്ക്കുണ്ട്. നിങ്ങളുടെ സഹിഷ്ണുത. സഹിഷ്ണുത എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ, മഹോപദ്രവകാലത്ത് നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി, പീഡകൾ വന്നപ്പോൾ, പ്രലോഭനങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ നിങ്ങളുടെ സഹനവും നിങ്ങളുടെ സഹിഷ്ണുതയും, കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുക. കർത്താവ് പിന്നീട് അവരോട് പറയുകയാണ്, അതുകൊണ്ട് വരുവാനുള്ള മഹോപദ്രവകാലത്ത് ഞാൻ നിങ്ങളെ കാക്കുമെന്ന് പറയുന്നു. പിന്നീട് പറയുന്ന അനുഭവം, അവർക്ക് ദൈവം നൽകുവാനിരിക്കുന്നതായിട്ടുള്ള മഹത്തായ പ്രതിഫലമുണ്ട്. ആരും നിന്റെ കിരീടം എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായുള്ള കിരീടത്തെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർമ്മിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം, വാടാത്ത കിരീടം, തേജസ്സിന്റെ കിരീടം, ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള കിരീടമാണ്. സഹിഷ്ണുത കാണിക്കുന്നവർക്ക്, സഹനത്തിൽ നിലനിൽക്കുന്നവർക്ക് ഈ കിരീടത്തിന്റെ അവകാശികളായി തീരുവാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവസാനത്തോളം സഹിച്ചു നിന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് അവകാശമായി നൽകുന്നു. അതുപോലെ തന്നെ ജയിക്കുന്നതിന് നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അവനെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. എന്താണ് ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കുക എന്ന് പറയുമ്പോൾ, എ പ്രോമിസ് ടു ഓവർകം. സകലത്തിന്മേലുള്ള വിജയമാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. ഇറ്റേണൽ സെക്യൂരിറ്റി, നിത്യമായ സംരക്ഷണം ദൈവം നൽകുന്നു. സിഗ്നിഫിക്കൻസ് ഓഫ് അതോറിറ്റി, അധികാരം ദൈവം നൽകുന്നതാണ്. എ ന്യൂ ഐഡന്റിറ്റി, ഒരു പുതിയ സത്വബോധം ദൈവം നമുക്ക് നൽകുന്നു, ഒരു പുതിയ ഐഡന്റിറ്റി നൽകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ ഞാൻ നിന്നെ ഒരു തൂണാക്കും. രണ്ടാമത് പറയുകയാണ്, ഞാൻ നിനക്ക് പുതിയ ഒരു നാമം തരും. എൻ്റെ ദൈവത്തിന്റെ നാമവും പുതിയ യെരൂശലേം എന്ന ദൈവ നഗരത്തിന്റെ നാമവും ദൈവത്തിന്റെ നാമവും ഞാൻ നിനക്ക് നൽകുമെന്ന് പറയുന്ന ഒരു അനുഭവം. എ ന്യൂ നെയിം ഈസ് സിംബൽ ഓഫ് ഓണർഷിപ്പ്. കർത്താവായ യേശുക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 6:19 പറയുന്നു, നിങ്ങളിനെയും താങ്കൾക്കുള്ളവരല്ല,
ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ ഇനിയും താങ്കൾക്കുള്ളവരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുകൊണ്ട് നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ മക്കളെന്ന പദവിയാണ്, ദൈവത്തിന്റെ മക്കളെന്ന അവകാശമാണ് തന്നിരിക്കുന്നത്. ഓണർ ആൻഡ് അതോറിറ്റി. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഷെയറിംഗ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വം നമുക്ക് അവകാശമായി തരും. തേജസ്സിന്റെ കിരീടം ദൈവം നമുക്ക് അവകാശമായി തരുന്നവനാ. റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം ഇരിക്കുവാനുള്ള അവകാശം. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ദൈവത്തോടൊപ്പം ഇരിക്കുവാനുള്ളതായ അവകാശം കൊടുക്കുന്നു. വൈ എ ന്യൂ നെയിം. ഫെയ്ത്ത്ഫുൾനെസ് ടു ക്രൈസ്റ്റ്. ഓവർകമ്മിങ് ടെംപ്ടേഷൻ. ഫോർബെയറൻസ് ഇൻ ട്രിബുലേഷൻ. ഇത് ലഭിക്കുന്നവർക്കാണ് ദൈവം ഈ അവകാശമെല്ലാം നൽകിയിരിക്കുന്നത്. ഫിലദൽഫിയ സഭ മാത്രമാണ് ഈ 7 സഭകളിൽ പ്രശംസാപാത്രമായി തീർന്ന സഭ എന്ന് പറയുന്നത്. ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ സഹിഷ്ണുത കാണിക്കുന്നു. ദൈവത്തോട് മറുത്ത് പറഞ്ഞിട്ടില്ല. വിശ്വാസത്യാഗം സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരാണ് ഫിലദൽഫിയയിലെ സഭ എന്ന് പറയുന്നത്. ഷെയറിംഗ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് മേഴ്സി. They had an open door. They had a little strength, but they had kept the word. They had not denied the Lord. ദൈവത്തെ ഉപേക്ഷിക്കാതെ, ദൈവത്തോട് മറുതലിക്കാതെ, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെച്ചുകൊണ്ട് ജീവിച്ചതായിട്ടുള്ള ഫിലദൽഫിയ സഭയ്ക്ക് ദൈവം നൽകിയതായിട്ടുള്ള ആ വലിയ അവകാശവും വലിയ അനുഗ്രഹവും എത്ര ശ്രേഷ്ഠമാകുന്നു എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സഭകൾ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ വിശ്വാസ സമൂഹം എങ്ങനെ ഇരിക്കുന്നു? നമ്മളോട് കൂടെയുള്ളതായ കൂട്ടായ്മ സംഘങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ഈ ഫിലദൽഫിയ സഭയെ പോലെ ദൈവത്തിന് നമ്മുടെ സഭയെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുമോ? ആ ഒരു അവകാശത്തിന്റെ, ആ അനുഗ്രഹത്തിന്റെ അവകാശികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അത് സാധിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രശംസനീയമായൊരു സഭയായി, ദൈവനാമം ഏറ്റുപറയുന്ന സഭയായി, ദൈവത്തിന്റെ വചനം കാത്തുകൊള്ളുന്ന സഭയായി, ദൈവത്തെ നിഷേധിക്കാത്ത സഭയായി ഈ നമ്മുടെ ഓരോ സഭ വിഭാഗങ്ങളും തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ വാസ്തവമായിട്ട് വളരെ നല്ല രീതിയിൽ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മളോട് ഇടപെട്ടല്ലോ. ഞാനൊന്നും കൂട്ടിയേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തന്നെയുമല്ല, സമയം ഒത്തിരി മുന്നോട്ട് കടന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ പ്രിയ ബിനുമാമ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് പാട്ടുപാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാനുള്ള സമയമാണ്. എല്ലാവരും ചുരുങ്ങിയ സമയം ഉപയോഗിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ സമയം ഒത്തിരി മുന്നോട്ട് കടന്നുപോയി. നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? തങ്ങമാമ കേൾക്കാമോ? സ്വർഗീയ പിതാവേ, ഈ നല്ല സമയം അങ്ങയുടെ കാൽപീഠത്തിൽ ഇരുന്ന് വചനത്തെ കേൾക്കുവാൻ തന്ന കൃപയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കിന്ന് നല്ല സുഖമില്ലായിരുന്നുകൊണ്ട് ഞാൻ ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നില്ലെന്ന് ഉദ്ദേശിച്ചാണ്. പക്ഷെങ്കിൽ അച്ഛൻ സംസാരിക്കുന്നത് കേട്ടില്ല എന്ന് വരിയിൽ അതൊരു വലിയ നഷ്ടമായി പോകുമല്ലോ എന്ന് ഉദ്ദേശിച്ച് കിട്ടുന്ന നെറ്റിൽ ഞാൻ ചേർന്നിരിക്കുകയാണ്. അച്ഛൻ ഇന്ന് 6ാമത്തെ സഭയെ പറ്റി സംസാരിച്ചു. 6ാമത്തെ സഭയിലെ അതിനെപ്പറ്റി സംസാരിച്ച് വ്യക്തമായി വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് അവർക്ക് തുണയായിരിക്കും. കാൽവേലിയ രക്തം കൊണ്ട് കർത്താവ് നമ്മളെ വാങ്ങി എടുത്തവരാണ്.
അവന്റെ ഇഷ്ടം ചെയ്യുന്നവരെ, അവന്റെ അനുയാഗികളായിരിക്കുന്ന ഞങ്ങൾക്ക് അവന്റെ കൂടെ രക്ഷയിൽ ഒരുമിച്ചിരിക്കാനുള്ള അവസരം കർത്താവ് നൽകി തരും. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ പരിസരങ്ങളിലുള്ളവരും എല്ലാവരെയും നമ്മളെ വചനത്തിൽ ആശ്രയിപ്പാനും വചനപൂർവ്വം മുൻപോട്ട് നടക്കുവാനും എല്ലാവരെയും ഈ കാര്യത്തെ പറ്റി മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് തന്ന കൃപകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മുൻപോട്ടും അച്ഛനെ ബലപ്പെടുത്തണമേ, അച്ഛനെ ശക്തീകരിക്കണമേ. നല്ലതായ രീതിയിൽ വചനം വളരെ വിശുദ്ധമായ രീതിയിൽ സംസാരിപ്പാൻ അച്ഛന് കൊടുത്ത കഴിവിനു വേണ്ടി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുൻപോട്ടും അച്ഛനെ ബലപ്പെടുത്തണേ, അച്ഛൻ്റെ കുടുംബത്തെ ബലപ്പെടുത്തണമേ. മുൻപോട്ടും വചനങ്ങൾ കേൾക്കുവാൻ പ്രകാരം നടക്കുവാനും അച്ഛൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രകാരം മുൻപോട്ട് പോകുവാൻ ഞങ്ങളെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും കുറ്റങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വരികിലും വചനപ്രകാരം നടക്കുന്നതിനും ശാത്താന്റെ പരീക്ഷയിൽ അകപ്പെടാതെ തിരുവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഓരോരുത്തരെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. തുടർന്ന് നമുക്ക് ഒരു പാട്ട് പാടാനുള്ള സമയം. ആ പാട്ടിന്റെ 1-2 ചരണം പാടിയതിനു ശേഷം പ്രിയ ബ്ലസ്സിനെ പ്രാർത്ഥിപ്പാനായിട്ട് തയ്യാറാകണമേ എന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രിയ തങ്മാമി ഓർപ്പിച്ചതുപോലെ നാട്ടിലെ ഒരു ചുരുങ്ങിയ അവധിക്കായിട്ട് കടന്നു വന്നു. ഞങ്ങളുടെ കൂടെ ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് എറണാകുളത്തേക്ക് പോയിട്ട് നാളെ അവിടുന്ന് രാജസ്ഥാനിലേക്ക് നാളെ രാവിലെ യാത്ര ചെയ്യുക. മാമ വളരെ ക്ഷീണാധിയായിരുന്നെങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും സമാന പ്രാർത്ഥനയ്ക്കായിട്ട് വചന സൃഷ്ടിക്ക് ശേഷമുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് സഹായിച്ചല്ലോ. തുടർന്ന് യാത്രയിൽ സന്തോഷത്തോടെ കടന്നുപോയി. നാളെ അവിടെ എത്തിച്ചേർന്ന് ദൈവത്തിൻ്റെ നാമം മാത്രപ്പെടുവാൻ സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാവരെയും ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിലായിരുന്ന ഓരോ ശുശ്രൂഷ ഏറ്റെടുത്തവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രതിപാട് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും വഹിച്ചുകൊണ്ട് ബ്ലസ്സിനെ പ്രാർത്ഥിപ്പാനായിട്ട് തയ്യാറാകണം. എന്നാൽ അതിന് മുമ്പായിട്ട് പ്രിയ അമിത് സഹോദരി ഒരു പാട്ടിൻ്റെ ഇരടികളെ പാടിക്കാട്ട്. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ, പുനശ്രേയാമി നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടേ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോലെ കളങ്കമോ നീനാങ്കി കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ, കർത്തൻ വാരാവിൽ നിന്നങ്കി ശുദ്ധമോ ഏറ്റവും നന്മയായി കാണുമോ, സ്വപുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ നാളിൽ, കുളിച്ചോ കുഞ്ഞാട്ടേ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോലെ കളങ്കമോ നീനാങ്കി കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ. പ്രാർത്ഥിക്കുന്ന ബ്ലസ്സൻ മൈക്ക് ഓൺ ചെയ്ത് പ്രാർത്ഥിക്കാമോ? ബ്ലസ്സൻ കേൾക്കാമോ? കേൾക്കാം. ഇടയ്ക്കൊരു ഇഷ്യൂ വന്നാലും നമുക്ക് കുറച്ച് സമയം ഹല്ലേലൂയ കർത്താവിലേക്ക് തിരഞ്ഞ് നമ്മൾ തന്നെ താഴ്ത്തി ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ചെലവഴിക്കാം.
ഹല്ലേലൂയ. നമ്മളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവേ, ഈ ഹല്ലേലൂയ മനോഹരമായ ദിവസത്തിന്റെ സന്ധ്യാസമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ ഈ മാസത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ചയുടെ സന്ധ്യായാമത്തിനായിട്ട് എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, TFS കൂട്ടായ്മയായിട്ട് കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും എന്റെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നന്ദി കരയറ്റുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങേ പാടി വാഴ്ത്തുന്നു, അങ്ങേ പാടി പുകഴ്ത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തിയ കൃപകൾക്കായിട്ട് നന്ദി കരയറ്റുന്നു. കർത്താവെ, ഇന്നത്തെ കർത്താവെ ആരാധനയിൽ പങ്കെടുത്ത ഓരോ വ്യക്തി ജീവിതങ്ങളെയും പേരായിട്ട് ഹല്ലേലൂയ പേരായിട്ട് കർത്താവെ, വ്യക്തികളായിട്ട് കുടുംബമായിട്ട് എന്റെ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, സകലരുടെയും ആവശ്യങ്ങളുടെ മേലെ എന്റെ കർത്താവ് അവരെ വഴി നടത്തണമേ. കർത്താവെ, ഹല്ലേലൂയ. ഇങ്ങ് പങ്കെടുക്കാൻ സാധിക്കാത്തവരെയും എന്റെ കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു, അവരെയും എന്റെ കർത്താവ് വഴി നടത്തണമേ. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ആരാധനയിൽ വിവിധ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ചെയ്ത ഓരോ മക്കളെയും എന്റെ കർത്താവ് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, വചനം പങ്കിട്ട അച്ഛനായിട്ടും പ്രാർത്ഥിക്കുന്നു, അച്ഛനെയും ബലപ്പെടുത്തണമേ, നടത്തണമേ. കർത്താവെ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രയിലായിരിക്കുന്ന തങ്കമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ദൂതന്മാരുടെ കാവൽ മകളുടെ കൂടെ ഇരിക്കണം. കർത്താവെ, യാത്ര ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം ഹല്ലേലൂയ കരയിലൂടെയും വായിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ പരിപാലകന്റെ സാന്നിധ്യം മകളെ ബലപ്പെടുത്തണം. എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ വചനം അയച്ച് മകളെ ബലപ്പെടുത്തണം. കർത്താവെ, ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ ബലഹീനതകളെയും എല്ലാ അസ്വസ്ഥതകളെയും എന്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നതിനായിട്ട് നന്ദി കരയറ്റുന്നു. കർത്താവെ, അടിയങ്ങളെയും കർത്താവെ, ഹല്ലേലൂയ, ഓരോരുത്തരെയും കർത്താവെ, ആർക്കെങ്കിലും ഹല്ലേലൂയ എന്തെങ്കിലും കുറവുകളും കർത്താവെ, ഹല്ലേലൂയ ഭാരങ്ങളായിട്ട് കർത്താവെ നേരിടുന്നവരുണ്ടെങ്കിൽ അതും കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെയും തന്നെ തിരുകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ്, എന്റെ കർത്താവിന്റെ വിടുവിക്കുന്ന കരം ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ഉണ്ടായിരിക്കണമേ, നടത്തണമേ. കർത്താവെ, മാനം മഹത്വം അങ്ങേക്ക് കരയറ്റുന്നു. എല്ലാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ കടങ്ങൾ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിച്ചോളമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരോടും, നമ്മുടെ എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകളോടും, നമ്മുടെ എല്ലാ ഭവനങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഗ്രഹത്തോടെ മനസലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ ഇന്നും നമുക്ക് ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി ബ്ലസ്സഡ് മെസ്സേജ് ആയിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജാ. ഇതിന് എനിക്ക് ഒരു 2-3 മെസ്സേജ് പല സ്ഥലങ്ങളിൽ എടുക്കാൻ പറ്റും. വളരെ റിച്ച്, നമ്മൾ പറയത്തില്ലേ നാട്ടിലെ ഈ പ്ലം കേക്ക് ഒക്കെ കഴിക്കുന്നു പറയുമ്പോ റിച്ച് കേക്കാന്ന് പറയത്തില്ലയോ? ആ റിച്ച് കേക്കിന്റെ ഒരു സഭയ്ക്ക് കുറെ കൂടെ അതിന്റെ ഒരു ചെറിയ സ്ലൈസ് മതി ഒരാൾക്ക് നിറയാനെന്ന് പറയാനോട്ട് ഇന്നത്തെ മെസ്സേജ് എനിക്കൊരു 3 സ്ലൈസ് ആക്കി കഴിക്കാൻ പറ്റും. അത് കുഴപ്പമില്ല. ഇത് മോളിക്കുട്ടി സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. മിനി എവിടെയാ വന്നേക്കുന്നത്? നടക്കാനൊക്കെ തുടങ്ങി. മിനി എവിടെയാ വന്നേക്കുന്നത്? മിനി അവിടെ തന്നെ ആയിരിക്കും. മിനി അവിടെ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങോട്ട് വന്ന അത് ശരി. പറയാൻ കേൾക്കൊന്നും വേണല്ലേ? മിനി വഴങ്ങല്ല. അമ്മ എന്താ പറയാത്ത